ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ലുക്കിൽ ക്ലാസിക്കും ഫീച്ചറിൽ മോഡേണുമായ റോയൽ എൻഫീൽഡിൻ്റെ 650cc പുറത്തിറങ്ങിയ ബെയർ 650യുടെ ഒരു വോക്ക് ത്രൂ ആണ് ഇത്. ഇൻ്റർസെപ്റ്റർ, കോണ്ടിനെൻ്റൽ GT എന്നീ ബൈക്കുകൾ കണ്ടുവന്നിരിക്കുന്ന 650 ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ട്യൂണിങ് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടോർക്ക് കുറച്ച് കൂടുതലാണ്. കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 2-in-1 എക്സോസ്റ്റ് ആണ്. ഇതിൽ കുറച്ച് വലിയ വെയിറ്റ് റിഡക്ഷൻ ഒന്നുമില്ല എങ്കിലും അല്പം ഒരു 20 kgയുടെ ഒരു വെയിറ്റ് റിഡക്ഷൻ ഉണ്ടെന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ട്വിൻ മോഡലുകളായ മീറ്റിയോർ 650, ഷോട്ട്ഗൺ 650 എന്നീ മോട്ടോർ സൈക്കിളുകൾ കണ്ടുവരുന്ന അതേ സെയിം പ്ലാറ്റ്ഫോമിലാണ് ബെയർ 650യും വരുന്നത്. ഡിസൈനിൽ ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു പിൻഗാമിയാണെന്ന് പറയാം ഈ ബെയർ 650. സ്ക്രാംബ്ലർ ഡിസൈനാണ് റോയൽ എൻഫീൽഡ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. കുറച്ചൊരു മോഡേൺ ഫീച്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കളർ TFT ആൻഡ് അപ്സ് ആൻഡ് ഡൗൺ ഷോയുടെ സസ്പെൻഷൻ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പാക്കേജാണ്. ചില ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ ഇൻ്റർസെപ്റ്ററിനോട് രൂപസാദൃശ്യം തോന്നുമെങ്കിലും പക്ഷേ സ്ക്രാംബ്ലർ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി റോയൽ എൻഫീൽഡ് കുറച്ച് മിനുക്ക് പണികളൊക്കെ ഇതിൽ നടത്തിയിട്ടുണ്ട്. ഡബിൾ ഡൗൺ ട്യൂബ് ഷാസിയിലാണ് ഈ ബൈക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അല്പം ഉയരത്തിലുള്ള സബ് ഫ്രെയിമും USD ഫോഗ് എന്നിവ മുന്നിലൊരു പ്രധാന പുതുമകളാണ്. ഇതിൽ കാണുന്ന LED ഹെഡ് ലാമ്പ്, പിന്നെ ഫ്യൂവൽ ടാങ്ക് ഇതെല്ലാം ഇൻ്റർസെപ്റ്ററിൽ നിന്നും കടമെടുത്തതാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ കൂടുതൽ സസ്പെൻഷൻ മൂവ്മെൻറ്റ് ഉറപ്പാക്കുന്നതിനായി നീളം കൂടിയ സ്വിംഗ് ആം എന്നിവ ഇതിൻ്റെ മെയിൻ അട്രാക്ഷനാണ്. ഇൻ്റർസെപ്റ്ററിൽ നിന്നും ഒരു ഫ്രണ്ട് ലുക്കിനെയാണ് ഒരു കാര്യമായിട്ട് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന അപ്സ് ആൻഡ് ഡൗൺ ഫോക്ക് തന്നെയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷോവയുടെ USD ഫ്രണ്ട് ഫോക്സ് ആണ്. മാത്രമല്ല അഡീഷണലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന 4-inch TFT സ്ക്രീനും കൂടി നമ്മൾ റോയൽ എൻഫീൽഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ടയറുകളാണ്. ബെയർ 650ക്ക് മാത്രമായി MRF നിർമ്മിച്ച നൈലോറക്സിൻ്റെ 19-inch ഫ്രണ്ടും 17-inch റിയറും വരുന്ന ടയർ സെറ്റപ്പാണ് ഇതിലുള്ളത്. പിന്നെ വിഷമം വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ ട്യൂബ്ലെസ് ടയർ ഇല്ല. ഇത് ട്യൂബ്ഡ് ടയറാണ് വരുന്നത്. കാരണം സ്പോക്ക് വീൽസ് ആണ് ബെയർ 650യിൽ കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പാച്ചോ വല്ലതും കിട്ടിയാൽ പിന്നെ കാര്യം പോക്കാം. പിന്നെ എൻജിനിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ സെയിം ബാക്കി 650cc വരുന്ന സെയിം എൻജിനാണ് ഇവിടെ എങ്കിലും ഈ 2-in-1 എക്സോസ്റ്റ് വരുന്നത് കൊണ്ട് ടോർക്ക് ഔട്ട്പുട്ട് ഒരു സ്ലൈറ്റ്ലി ഹയർ ലെവലിലാണ്. 56.5 Nm ടോർക്കാണ് ഇവിടെ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 4 Nm കൂടുതൽ ടോർക്ക് കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ നിന്ന് കടമെടുത്ത് വെച്ച ഒരു ടാങ്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പം കോസ്റ്റ് റിഡക്ഷൻ വേണ്ടിയായിരിക്കും റോയൽ എൻഫീൽഡ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ബാക്കിയുള്ളൊരു ലുക്ക് അപ്പിയറൻസ് വെച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വണ്ടീനെ. ഈ ടാങ്കിൽ കരടീൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്യൂവൽ ലെഡിൻ്റെ താഴെയായിട്ട്. എന്നാലും കൊള്ളാം, അടിപൊളിയാണ്. ഇതാണ് സീറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ മിററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും റോയൽ എൻഫീൽഡ് കൊടുക്കുന്ന അതേ മിറർ തന്നെയാണ്. വലിയ യൂസ് ഇല്ല എന്ന് പറയാം. ചില സമയത്ത് വണ്ടി പോകുന്ന വഴിയിൽ തന്നെ ഈ മിറർ ഫോൾഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരും. പിന്നെ നമ്മളത് കൈകൊണ്ടെടുത്ത് നേരെ വയ്ക്കണം. അത്യാവശ്യം ബാക്ക് കാണാൻ പറ്റും ആ മിറർ. ഇതാണ് എൻജിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക്. അത്യാവശ്യം പൗഡർ ചെയ്ത കാണാൻ കൊള്ളാം നല്ലൊരു എൻജിനാണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇൻ്റർസെപ്റ്ററിലും കോണ്ടിനെൻ്റൽ GTയിലും എല്ലാം കാണുന്ന അതേ എൻജിൻ. പക്ഷേ ഇതിലെ മെയിൻ വ്യത്യാസം എന്ന് പറയുമ്പോൾ 2-in-1 എക്സോസ്റ്റ്. ഒരു എക്സോസ്റ്റ് പൈപ്പ് ബെൻഡ് ചെയ്ത് അതിൻ്റെ താഴെ കൂടെ സിംഗിൾ നമ്മുടെ ഒരു പൈപ്പിലോട്ട് കണക്ട് ചെയ്തേക്കുക. 2 എക്സോസ്റ്റ് നല്ല അടിയിൽ കൂടെ വൃത്തിയായിട്ട് കാണാൻ വലിയ തിരക്കേടില്ല, നല്ല ഒതുങ്ങിയ ഒരു എക്സോസ്റ്റാണ്. എനിക്ക് ഇൻ്റർസെപ്റ്ററിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 പുട്ടൂറ്റി പോലത്തെ എക്സോസ്റ്റാണ്. പക്ഷേ ഇതിൽ വന്നപ്പോഴത്തേക്കും ഒരു സിംഗിൾ എക്സോസ്റ്റായിട്ട് മാറിയത് വളരെ ഒരു കൺവീനിയൻ്റ് ആണ്. പിന്നെ കാണാനൊരു ലുക്കുമാണ്, ഒരു ഒതുങ്ങിയൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പില്ലിയൻ്റെ കാല് തട്ടി അവിടെ
സ്ക്രാച്ച് ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രാച്ച് ആകാൻ മാത്രമല്ല, പിന്നെ ഹീറ്റ് പ്രൊട്ടക്ഷനും കൂടിയാണ്. പിന്നെ ഹീറ്റ് പ്രൊട്ടക്ഷന് ഫ്രണ്ടിൽ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. റേഡിയേറ്റർ ഗ്രിൽ. ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. 184 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ബെസ്റ്റ് 650 ഉള്ളത്. ഇത് ഇൻ്റർസെപ്റ്ററിനേക്കാൾ ഒരു 10 mm കൂടുതലാണ്. കാരണം ഒരു സ്ക്രാംബ്ലർ, ഗ്രൗണ്ട് ക്ലിയറൻസ് അതൊക്കെ നോക്കിയായിരിക്കും റോയൽ എൻഫീൽഡ് ഇങ്ങനെ ചെയ്തത്. പിന്നെ 6 സ്പീഡ് ഗിയർ സെറ്റപ്പാണ് ഇതിലുള്ളത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗിയറാണ്. ഓവറോൾ സെറ്റപ്പ് ഇസ് ബെറ്റർ. നല്ലൊരു പ്രീമിയം ലുക്കാണ് ഈ വണ്ടിക്കുള്ളത്. ഒരു ഗിയർ ബോക്സ് ലോറൻസിൻ്റെ ബാജിങ് എല്ലാം കൊണ്ടും നല്ലൊരു പാക്കേജാണ് ഈ ബേസ് 650 എന്നത്. ഈ മോഡൽ ഗോൾഡൻ ഷാഡോ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഒരു ബ്ലാക്കും, പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അപ്സ് ആൻഡ് ഡൗൺ ഫോക്കിൽ ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു വൈൽഡ് ഹണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ 249 എന്ന് പറഞ്ഞൊരു ടോപ്പ് എൻഡ് മോഡലുണ്ട്. അത് ലുക്ക് വൈസ് ഇസ് വെരി ഗുഡ്. പിന്നെ ഇതിൻ്റെ പിന്നിലെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഇൻ്റർസെപ്റ്ററിൽ വരുന്നത് ഗ്യാസ് ചാർജ് ഷോക്ക് അബ്സോർബർ ആണെങ്കിൽ ഇത് നോർമൽ ട്വിൻ ഷോക്ക് അബ്സോർബറാണ് വരുന്നത്. അല്പം സ്റ്റിഫായിട്ടുള്ള ഒരു സസ്പെൻഷനാണ്, ഒരു ഫീഡ്ബാക്കാണ് ഈ സസ്പെൻഷൻ തരുന്നത്. റോയൽ എൻഫീൽഡ് ബാക്കിൽ എന്തുകൊണ്ടാണ് ഇത്ര സ്റ്റിഫാക്കി വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എല്ലാ കട്ടറും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഈ സസ്പെൻഷനിൽ. ബാക്കിൽ ഡിസ്ക് ബ്രേക്കോട് കൂടി വരുന്ന ഡ്യുവൽ ചാനൽ ABS ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സാധാ കണ്ടുവരുന്ന ഫുട് പെഗിനെക്കാട്ടി ഇതിലെ ഫുട് പെഗ് കുറച്ച് ഫോർവേഡ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിലൊരു റബ്ബർ കുഷൻ കൊടുക്കാം. അത് നമുക്ക് ഇളക്കി മാറ്റാം. നമ്മൾ ഈ ഓഫ് റോഡും പിന്നെ ട്രെയിൽസൊക്കെ റൺ ചെയ്യുമ്പോൾ ഇത് ഇളക്കി മാറ്റിയാൽ കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടും. പിന്നെ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സിറ്റിയിലായാലും നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് പോകാവുന്നതാണ്. പില്ലിയൻ ഫുട് പെഗ് ആണെങ്കിലും റൈഡർ ഫുട് പെഗ് ആണെങ്കിലും എല്ലാം നല്ലൊരു ക്വാളിറ്റിയോട് തന്നെയാണ് റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വലിയ ആർഭാടങ്ങളോ അധികം വൃത്തികേടൊന്നുമില്ലാതെ ഒരു കൂൾ ലുക്ക് തോന്നുന്നതാണ് അതിൻ്റെ പിൻഭാഗം. റൗണ്ട് ഷേപ്പിലുള്ള LED ടെയിൽ ലാമ്പ്, LED ഇൻഡിക്കേറ്റർ, ഇതൊക്കെയാണ് റോയൽ എൻഫീൽഡ് ബേസ് 650 പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓവറാൾ LED ലൈറ്റ് സെറ്റപ്പാണ് റോയൽ എൻഫീൽഡ് ഇതിൽ കൊടുത്തേക്കുന്നത്. നല്ല കട്ടിങ്ങുള്ള, നല്ല ഗ്രിപ്പുള്ള, നല്ല പ്രൊഫൈലുള്ള നല്ലൊരു ടയറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. റോഡ് ഗ്രിപ്പ് ആയാലും പിന്നെ ട്രെയിൽ റൺ ആയാലും ചെറിയ ഓഫ് റോഡ് ആയാലും അത്യാവശ്യം ഗ്രിപ്പുള്ള ഓൾ ടെറൈൻ ടയർ തന്നെയാണിത്. ഗ്രിപ്പ് മാത്രമല്ല, നല്ലൊരു സ്റ്റെബിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫീഡ്ബാക്കാണ് ഈ ടയറിന്. ബ്രേക്ക് പിടിക്കുമ്പോഴായാലും റണ്ണിങ്ങിലായാലും നല്ലൊരു കോൺഫിഡൻസ് ഈ ടയർ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ടയറിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് ട്യൂബ്ലെസ് കിട്ടുന്നില്ല. ട്യൂബ്ഡ് ടയറാണ്. പഞ്ചർ കിട്ടിയാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. ഹിമാലയത്തിൽ കണ്ടതുപോലെ ട്യൂബ്ലെസ് സെറ്റപ്പ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഈ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു സ്ക്രാമ്പിൾ ഭാവം തന്നെ പൂർത്തീകരിക്കാനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു സീറ്റാണ്. അത്യാവശ്യം വൈഡറാണ്. ഇൻ്റർസെപ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വൈഡർ സീറ്ററാണ്. വെൽ കുഷൻഡ്. നമുക്ക് അത്യാവശ്യം ഒരു ടൂറിങ്ങിനൊക്കെ അധികം പ്രയാസപ്പെടാതെ, ബാക്ക് പെയിൻ ഇല്ലാതെ നമുക്ക് ഈ സീറ്റ് ഇരുന്ന് പോകാവുന്നതാണ്. പിന്നെ പറഞ്ഞൊരു ബിഗ് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 4 ഇഞ്ചിൻ്റെ ഒരു TFT സ്ക്രീനാണ്. ദിസ് ലുക്സ് ഫീൽ മോഡേൺ. പിന്നെ കമ്പയർ ടു നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ ട്വിൻ പോഡ് സെറ്റപ്പ് നോക്കുമ്പോഴത്തേക്കും ഇതൊരു മോഡേൺ ആണ്. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ഒരു നമ്മുടെ ട്വിൻ പോഡ് തന്നെയാണ് ഒരു ക്ലാസിക് ലുക്ക് നൽകുന്നത്. പക്ഷേ ഇത് യൂസ്ഫുള്ളാണ്. അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ബ്രേക്ക് ലിവറിലോട്ട് വരുമ്പോഴത്തേക്കും അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഹാൻഡിൽ ബാറിൻ്റെ സെറ്റപ്പാണ്. പിന്നെ മാസ്റ്റർ സിലിണ്ടർ റോയൽ എൻഫീൽഡിൽ സാധാ കണ്ടുവരുന്ന എല്ലാം തന്നെയാണ്. ഈവൻ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട്, കിൽ സ്വിച്ച് ആയാലും ആ റോട്ടറി സെറ്റപ്പ്. എൻ്റെ ഒരു ടേസ്റ്റിന് എനിക്ക് ഈ ഒരു റോട്ടറി സെറ്റപ്പ്, ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ സ്വിച്ചുകൾ മോഡേൺ ആണെന്ന് പറഞ്ഞാലും എനിക്ക് അധികം താല്പര്യമില്ലാത്തൊരു സ്വിച്ച് സെറ്റപ്പാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വിയേർഡായിട്ടുള്ളൊരു സ്വിച്ച് സെറ്റപ്പാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ
എൻജിൻ ഓൺ കിൽ ആൻഡ് ഹസാർഡ് ലൈറ്റ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പാസ് ആൻഡ് ഇൻഡിക്കേറ്റർ. പിന്നെ എനിക്ക് ഈ പാസ് സ്വിച്ച് എന്ന് പറയുമ്പോൾ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് എല്ലാം ഒറ്റ റോട്ടർ സ്വിച്ചിലാണ് വരുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഈ പാസ് ഉപയോഗിക്കാനേ പറ്റത്തില്ല. പിന്നെ യൂസ്ഡ് ആകണമെന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരേക്കും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ്. പിന്നെ ബാക്കിൽ പാസ് സ്വിച്ചിൻ്റെ സ്ഥാനത്ത് വരുന്നത് നമ്മുടെ TFT സ്ക്രീനിലെ സെറ്റപ്പിൻ്റെ ഹോം ബട്ടണും അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ സാധനമാണ്, പ്രീമിയം ബൈക്കിലുള്ള ഈ വയറുകളുടെ കളികൾ. കുറച്ച് ദൂരത്ത് നോക്കുമ്പോൾ വൃത്തിയിട്ടില്ലെങ്കിലും, പക്ഷേ ബേസിക്കലി ഇത്രയും കാശ് കൊടുത്ത് എടുക്കുന്ന വണ്ടിയല്ലേ, അവർക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു ആ വയർ സെറ്റപ്പുകളൊക്കെ. എന്നാലും കുഴപ്പമില്ല, റോയൽ എൻഫീൽഡ് ഭാവിയിൽ നന്നാക്കണം ഇതൊക്കെ. ഇനി നമുക്ക് വണ്ടി ഓണാക്കി ആ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. നല്ല ഗ്രണ്ടി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് സൗണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സൗണ്ടാണ്. എങ്ങനെയുണ്ട് സെറ്റപ്പ്? സെറ്റല്ലേ? അപ്പോൾ ഇതാണ് ബേസിസ് 50. അടുത്തൊരു റൈഡിങ് എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.